BMC ഗ്ലോബൽ ലൈഫ് കൊച്ചിയുടെ സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന സെഗ്മെൻറ്റിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിലെ പാറക്കടവ് ഡിവിഷനിലേക്ക് UDFൻ്റെ ബാനറിൽ മത്സരിക്കുന്ന സുനിൽ ജെ അർക്കലയാണ്. അദ്ദേഹത്തെ BMC ഗ്ലോബൽ ലൈവിൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുനിൽ ജി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എങ്ങനെ പോകുന്നു രാഷ്ട്രീയ പ്രവർത്തനങ്ങളെല്ലാം? നമ്മൾ ഇലക്ഷൻ്റെ ഒരു മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി വളരെ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു വട്ടം വീടുകളും സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞോ? ആദ്യഘട്ടം നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളായാലും എല്ലാവരും ഒരു വട്ടം വീടുകൾ കയറി കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. പാറക്കടവ് പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടർ ഭരണത്തിനായി സാറിനെ പോലുള്ളവരും എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ് ഭരിച്ചത്. ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എന്തൊക്കെയാണ് വികസനങ്ങൾ നടത്തിയിരിക്കുന്നത് ഒന്ന് ഞങ്ങൾ പങ്കുവയ്ക്കാമോ? സമഗ്ര മേഖലയിൽ, കാർഷിക മേഖലയിലായാലും അതുപോലെ തന്നെ സ്കൂളുകൾ പുനരുദ്ധരിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ മിനി മാസ്റ്റ് ലൈറ്റുകളുടെ, ഹൈ മാസ്റ്റ് ലൈറ്റുകളുടെ ഉൾപ്പെടെ വെളിച്ചം പകരുന്ന കാര്യങ്ങളിലായാലും, അതുപോലെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ ഒരു കൃഷിഭവൻ സ്ഥാപിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയ്ക്ക് ആവശ്യമായി ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും, അതിൻ്റെ ബിൽഡിംഗ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു നേട്ടം നമുക്ക് നേടാൻ കഴിയും. ഒരു 25 സെൻറ്റ് സ്ഥലം സർക്കാരിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടി എന്നുള്ളതാണ്. ഈ 5 വർഷത്തിൽ മാലിന്യ സംസ്കരണം നടത്തുന്നതിന് വേണ്ടി MCF സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു 25 സെൻറ്റ് സ്ഥലം നമുക്ക് നിരന്തരമായ ശ്രമം കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലം നമുക്ക്, മൈനർ ഇറിഗേഷൻ്റെ സ്ഥലം നമുക്ക് അനുവദിച്ച് കിട്ടി എന്നുള്ളത്. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും അല്ലെങ്കിൽ എല്ലാ മുനിസിപ്പാലിറ്റികളിലും വളരെയധികം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് സ്വന്തമായ ഒരു പ്രോപ്പർട്ടി ഉണ്ടായില്ല. പലയിടത്തും വാടകയ്ക്കൊക്കെ എടുത്താണ് നമ്മൾ ഈ തരം തിരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പഞ്ചായത്തുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ തരം തിരിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം നമുക്ക് വാടകയായിരുന്നു. പക്ഷെ അത് സ്വന്തമായി ഒരു സ്ഥലം, 25 സെൻറ്റ് സ്ഥലം, അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പോലും നടത്തി വച്ചിരിക്കുകയാണ്. വരുന്ന പഞ്ചായത്തിന് അതിൻ്റെ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ നേട്ടം അതിനെ സംബന്ധിച്ച്. ഈ വരുന്ന ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തുടർ ഭരണം, അതായത് ഡ്രൈവർ മാറുന്നു വണ്ടി പോകുന്നു എന്ന പോലെ തന്നെ ആയിരിക്കുമോ പാറക്കടവ് പഞ്ചായത്ത്? പാറക്കടവ് പഞ്ചായത്ത് ഉറപ്പായിട്ടും UDF അധികാരത്തിൽ വരും. അതിനൊരു മാറ്റമില്ല. അത് UDF അധികാരത്തിൽ വന്നാൽ വലിയ ഒരു നിര തന്നെ, യുവനിരയാണ് തവണ നമ്മുടെ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളായി UDF നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ പരിചയസമ്പന്നനായ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീ PV ജോസ് ഉൾപ്പെടെയുള്ള ആളുകളെ UDF മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നു. അത് പഞ്ചായത്തിലെ ഒരു നല്ല ലീഡർഷിപ്പിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുഴുവൻ മറ്റുള്ള സ്ഥാനാർത്ഥികളും പുതിയ യുവനിരയെയാണ് നമ്മൾ മുന്നിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയമുണ്ടായാൽ തന്നെ വിജയമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. ആ വിജയത്തിൽ ഉണ്ടാകുന്ന അടുത്ത ഭരണം വളരെ ഉജ്ജ്വലമായി അല്ലെങ്കിൽ വളരെ കൃത്യമായി കാര്യക്ഷമതയോടെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം സംശയം. കഴിഞ്ഞ വർഷം കിട്ടിയ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം UDF പിടിച്ചെടുത്ത സീറ്റുകളുടെക്കാളും എണ്ണം കൂടുതലാണോ പാറക്കടവ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? പാറക്കടവ് പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് UDFന് 10 സീറ്റാണ് ഉണ്ടായിരുന്നത്. 18 സീറ്റിൽ 10 സീറ്റുണ്ടായിരുന്നു. ഈ തവണ നമുക്ക് 2 സീറ്റ് കൂടി 20 സീറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ.
ആ 20 സീറ്റിൽ നമ്മൾ 14 മുതൽ 16 സീറ്റ് വരെ നേടി അധികാരത്തിൽ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ്. അതിലൊരു മാറ്റം ഉണ്ടാകില്ല. ഞങ്ങളതിൽ വിജയിച്ചിരിക്കും. ഇന്ത്യയുടെ ഭാവി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭംഗി ഗ്രാമത്തിലാണെന്നാണല്ലോ പറയപ്പെടുന്നത്. ഈ നമ്മുടെ ഈ ഇലക്ഷനിൽ ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് ആണ് ഈ ഇലക്ഷനുമായി മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മൾ ഈ ഇലക്ഷനുമായി മുന്നോട്ട് വയ്ക്കുന്നത് സാധാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. നമ്മുടെ സർക്കാർ തന്നെ സാധാരണക്കാർക്ക് പണം അവരുടെ അടിസ്ഥാനമായ സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് തന്നെയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലുള്ളപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ മാക്സിമം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് മാക്സിമം ആളുകളെ അതിൽ ഉൾപ്പെടുത്തി അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും ഇന്ന് അത് മണി സർക്കുലേഷൻ നമുക്ക് വലിയ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ്. അതൊക്കെ സമഗ്രമായി അല്ലെങ്കിൽ നമുക്കുള്ളതെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വിഭവശേഷിയുള്ള പഞ്ചായത്താണ് നമ്മുടെ. പുഴയുണ്ട്, ഒരു സൈഡ് പഞ്ചായത്തിൻ്റെ ഒരു സൈഡ് ചാലക്കുടി പുഴയാണ്. അവിടെ നിന്ന് വെള്ളം ഉപയോഗപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് മണൽ ഉപയോഗപ്പെടുത്തിയാലൊക്കെ നമുക്ക് വലിയ വിഭവശേഷി പഞ്ചായത്തിനുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മണലിനെ കുറിച്ചിട്ടുള്ള നിയമങ്ങളെല്ലാം മാറി വരികയാണല്ലോ. അതിൻ്റെ ഒരു തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, നമുക്ക് ഒരുപാട് പണ്ടൊക്കെ നമ്മൾ മണൽ വാരിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ മണൽ വാരുന്നില്ല. അത് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഈ പുഴയുടെ ഗുണം അല്ലെങ്കിൽ പുഴയുടെ ഒരു ആഴം കൂട്ടുകയും അതനുസരിച്ച് കുറച്ച് കൂട്ടി വെള്ളം പോകുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ചെയ്യാം. അതുപോലെ തന്നെ പഞ്ചായത്തിന് ഒരു വലിയ വരുമാനം ഉണ്ടാക്കാനും കഴിയും. 2026 നമ്മൾ നിയമസഭ ഇലക്ഷൻ നമ്മൾ വരികയാണല്ലോ. അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വന്നിരിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരും, ഇപ്പോൾ സാറിൻ്റെ പാർട്ടിയാണെങ്കിലും എല്ലാ പാർട്ടിക്കാരും ഈ ഒരു ഇലക്ഷന് വളരെയധികം ഇമ്പോർട്ടൻസോടു കൂടിയാണ് ഈ ഇലക്ഷൻ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ 9 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ പദ്ധതികളും അല്ലെങ്കിൽ പിണറായി സർക്കാരിനോടുള്ള അതൃപ്തിയും അല്ലെങ്കിൽ പിണറായി സർക്കാരിനോടുള്ള സപ്പോർട്ടും ആയിരിക്കുമല്ലോ ഈ ഒരു ഇലക്ഷന്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തേക്കുള്ള ഇലക്ഷൻ. അപ്പോൾ ആ ഇലക്ഷന് സാറിൻ്റെ പാർട്ടിയും പ്രത്യേകിച്ച് പാറക്കടവ് ഉൾപ്പെടുന്ന സ്ഥലത്തെ എല്ലാ സ്ഥാനാർത്ഥികളും എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഉറപ്പായിട്ടും ഈ പഞ്ചായത്ത് ഇലക്ഷനും ഈ ഭരണത്തിൻ്റെ പ്രതിഫലനമായിരിക്കും. അതായത് ഈ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായി ജനം പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ജനങ്ങളെ അത്രയ്ക്ക് ദ്രോഹിക്കുന്ന സർക്കാരാണ്. ജനങ്ങളുടെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. ജീവിതം തന്നെ ദുസ്സഹമായിരിക്കുകയാണ്. സാറിനെ പോലുള്ളവർ പറയുന്നു ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരാണ്. പക്ഷേ സാറിൻ്റെ എതിരായിട്ടുള്ള ആൾ പറയുന്നു കേരളം നമ്പർ 1 ആണ്, എല്ലാത്തിനും നമ്പർ 1 ആണ് എന്ന് പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ നമ്പർ 1 ആണ്. അത് കക്കുന്ന കാര്യത്തിൽ മാത്രം നമ്പർ 1 എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എല്ലാ മേഖലകളിലും അഴിമതിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ശബരിമല വിഷയം പോലും തന്നെ. ശബരിമല വിഷയത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നൊരു സാഹചര്യം വരെ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്പർ 1 കേരളം എന്ന് പറയുന്നതിൽ എന്ത് വ്യക്തതയുണ്ട് എന്നാണ് ചോദ്യം. അതായത് ഒരിക്കൽ പോലും സാധാരണക്കാരുടെ ജനജീവിതത്തെക്കുറിച്ച് ഈ സർക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ശരി. ഇവിടെ അവർക്ക് അവരുടേതായ കച്ചവടങ്ങളും അവരുടേതായ ഓരോ ബിസിനസ്സുകളും അല്ലെങ്കിൽ അഴിമതികളും ഒക്കെയായിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ഒരു പ്രതികരിച്ചാൽ പോലും ഒരു പ്രതികരണം പോലും ഇല്ലാതെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. എത്രയോ സമരങ്ങൾ ഇവിടെ നടന്നു.
അതിനെതിരെ ഒരു പ്രതികരണം പോലുമില്ല. സാർ ഉദ്ദേശിച്ചത് ആശാവർക്കർമാരുടെ സമരം, മഴയും വെയിലും കൊണ്ട് എത്രയോ കാലം ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവർ സമരം നടത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല, ഒരു 100 രൂപ പോലും കൂട്ടിക്കൊടുത്തില്ല. പിന്നെ ഈ സർക്കാർ എങ്ങനെ നമ്പർ 1 ആകും? ഈ സർക്കാർ സാധാരണക്കാരുടെ കൂടെ അല്ല, ഇവരുടെ വൻകിട മുതലാളിമാരുടെ കൂടെ കച്ചവടത്തിന് വേണ്ടി അതിൻ്റെ കമ്മീഷൻ പറ്റുന്ന സർക്കാരായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ സാറിൻ്റെ പഞ്ചായത്തും അല്ലെങ്കിൽ സാറിന് ഉൾപ്പെടുന്ന വാർഡും ഈ ഇലക്ഷന് വേണ്ടി സാധാരണക്കാരിലേക്കാണല്ലോ, നമ്മൾ ഗ്രാമങ്ങളിൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാരിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചല്ല. പ്രത്യേകിച്ചും പ്രായമായുള്ളവർ, കുട്ടികൾ, സ്ത്രീകൾ, ഇവർക്കൊക്കെ എന്ത് പദ്ധതികളാണ് നിങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്? നമ്മുടെ നാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയാണ് ഞങ്ങളുടെ നാട്. പാറക്കടവ് സംബന്ധിച്ചു കഴിഞ്ഞാൽ കാർഷിക അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് നമ്മൾക്കിപ്പോൾ ചാലക്കുടി പുഴ ഒരു സൈഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് വെള്ളം, പുഴയുടെ നിന്ന് വെള്ളം ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇറിഗേഷൻ, അതായത് നമുക്ക് നനയ്ക്കാൻ സാധിച്ചാൽ ഒരു കാർഷിക വിപ്ലവം സൃഷ്ടിക്കാൻ തന്നെ നമ്മുടെ പഞ്ചായത്തിനാകും. പഞ്ചായത്തിന് തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ വെള്ളം എത്താത്ത കാർഷിക മേഖല അല്ലാത്ത മേഖലകളിൽ വ്യവസായത്തിനും നടക്കുമെന്നുള്ളതാണ് തെളിവ്. അതിന് ഉദാഹരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ വടക്കൻ മേഖലകളിൽ ഇപ്പോൾ ഒരുപാട് വെയർഹൗസുകളും അതുപോലെ തന്നെ ഗോഡൗണുകളും വന്നു കഴിഞ്ഞു. അങ്ങനെ വ്യാവസായികമായും കാർഷികമായും ഒക്കെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ഒരുപാട് പേർ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു സാഹചര്യം കൂടി പഞ്ചായത്ത് സൃഷ്ടിക്കും. ഇപ്പോൾ അതിന് ഉദാഹരണമാണ് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് പ്രവേശന കവാടത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ അവിടെ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞു. ഇത് തന്നെയാണ് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ അവരും പറയുന്നത് ഇത് തന്നെയാണ്. ഒത്തിരി ആളുകളെ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോൾ സാറിന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നല്ല പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ വിദേശത്തേക്ക് പോയ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇവിടെ വന്ന് ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗഹൃദം, അങ്ങനെ ശരിക്കും ഒരു ബിസിനസ് ചെയ്യാനുള്ള സൗഹൃദം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള സൗകര്യം അന്തരീക്ഷം നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് നമ്മളുണ്ടാകും. നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ഭരിച്ച പഞ്ചായത്ത് അത് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ വരാൻ കാരണം. സാർ ഒത്തിരി വർഷങ്ങളായി രാഷ്ട്രീയ ജീവിതത്തിൽ ഇതിക്ക് മുന്നും മത്സരത്തിൽ പങ്കെടുക്കുകയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചും UDF-നോട് അനുബന്ധമായും സാറ് നടക്കുന്നുണ്ട്. അപ്പോൾ സാറിന് രാഷ്ട്രീയപരമായി എല്ലാവർക്കും സാറിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞങ്ങളുടെ ഈ BMC ഗ്ലോബൽ ലൈവ് ന്യൂസിനും ഞങ്ങളുടെ പ്രേക്ഷകർക്കും വേണ്ടി സാറിൻ്റെ വീട്ടുകാരെയും അല്ലെങ്കിൽ വീടിനെക്കുറിച്ചും ഒന്ന് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് സുനിൽ J. അറക്കലാൻ എന്നാണ്. യെസ്. എനിക്ക് എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയുണ്ട്. എൻ്റെ ഭാര്യ ഡാലി, 3 മക്കൾ. മാഡം എന്ത് ചെയ്യുന്നു? മാഡം വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെ ഹൗസ് വൈഫായി നിൽക്കുന്നു. മാഡത്തിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയുണ്ട്? സപ്പോർട്ട് കാര്യമായിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു പൊതുപ്രവർത്തകന് ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ട് വേണ്ടത് കാരണം ഫാമിലി തന്നെയാണ്. കാരണം അതിരാവിലെ എണീറ്റാൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് മരണങ്ങളും ഓരോ ഉള്ള വീടുകളിലേക്കൊക്കെ ഓടിച്ചെന്ന് രാത്രിയായിട്ടായിരിക്കാം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്താം. ഇലക്ഷൻ കാലമായാലും എപ്പോഴും രാവിലെ 5 മണിയാകുമ്പോഴേക്കും എഴുന്നേൽക്കുന്നു. 6 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ ആളുകളെ കാണുന്നു. അതുപോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഒരു രാത്രി 10 മണി 11 മണിക്ക് ചെല്ലുന്നത്. കുട്ടികളുടെ നമ്മൾ എത്തിയില്ല. മകൻ, മൂത്താൾ മകനാണ്. പേര്? മകൻ റൊസാരിയോ. അവൻ UC കോളേജിൽ പഠിക്കുന്നു. ഓക്കെ. രണ്ടാമത്തെ ഋതിക ശങ്കര കോളേജിൽ പഠിക്കുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്നു. മൂന്നാമത്തെ റോസ്ന. ഓക്കെ. +2 മാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു.
എന്തായാലും ഈ പ്രായത്തിലും വീട്ടുകാരുടെയും അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിച്ച് രാഷ്ട്രീയത്തിലേക്ക് സാർ കടക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. സാർ, ഈ തിരക്ക് പിടിച്ച ഈ രാഷ്ട്രീയ ജീവിതത്തിലും ഇലക്ഷൻ പടിവാതിക്കൽ വന്ന് നിൽക്കുമ്പോഴും സാറ് ഞങ്ങളോടൊപ്പം സഹകരിക്കുകയും ഞങ്ങളുടെ ഇവിടെ വരികയും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത സാറിനും സാറിൻ്റെ പാർട്ടിക്കും BMC ഗ്ലോബൽ ലൈവിൻ്റെ എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. BMC ഗ്ലോബൽ ലൈഫ് കൊച്ചിൻ ഒരു ഇൻ്റർവ്യൂ തന്നതിൽ ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ ഞാൻ നന്ദി ഈ സഹപ്രവർത്തകർക്കും അത് ഇൻ്റർവ്യൂ ചെയ്ത സാറിനും അതുപോലെ തന്നെ എടുത്ത എല്ലാ സഹപ്രവർത്തകർക്കും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാനലിൽ UDFൻ്റെ പാനലിൽ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പാറക്കടവ് ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുകയാണ്. എനിക്കും പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ സഹപ്രവർത്തകരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 20 സ്ഥാനാർത്ഥികൾക്കും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ ഷൈജോ പറമ്പിക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്കും അവരുടെ ചിഹ്നങ്ങളിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അവരെല്ലാം വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് BMCയോട് എൻ്റെ കടപ്പാടും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.